പ്രേക്ഷകരുടെ ആഗ്രഹം പോലെ തന്നെ ഗൗരി ഇപ്പോൾ അതീവ സന്തോഷത്തിൽ തന്നെയാണ്. ഗൗരിയും ശങ്കറും ഇപ്പോൾ അകമഴിഞ്ഞ് പ്രണയിക്കുന്ന സമയമാണ്. അപ്പോൾ ഇതിനിടയിൽ എന്തൊക്കെയോ ട്വിസ്റ്റും ഉണ്ടെന്ന് വീക്ക്ലി പ്രൊമോയിൽ കാണിച്ചിട്ടുണ്ടായിരുന്നു. ഏതോ ഒരു ശത്രു, നല്ല വമ്പൻ ശത്രു ഗൗരിയെ ഇല്ലാതാക്കാൻ തന്നെ വരാൻ പോകുന്നുണ്ടെന്ന് തന്നെയായിരുന്നു അതിൽ സൂചന കാണിച്ചത്. അപ്പോൾ എന്തൊക്കെയോ ഒരു തിരിമറി കഥയിൽ വരാൻ പോകുന്നുണ്ട്. അത് നമുക്ക് കണ്ടു തന്നെ അറിയേണ്ടി വരും എന്തായിരിക്കും അതെന്ന്. അപ്പോൾ നമ്മുടെ പുതിയ പ്രൊമോയിൽ കാണിക്കുന്നത് ശങ്കറിൻ്റെ പിറന്നാളാണ്. അപ്പോൾ ശങ്കറിൻ്റെ പിറന്നാൾ ഇത്രയും നാളും വഴക്കിട്ടിരുന്ന ഗൗരിക്ക് അറിയില്ല അന്ന് തൻ്റെ ഭർത്താവിൻ്റെ, അതായത് ശങ്കറിൻ്റെ പിറന്നാളാണെന്ന കാര്യം. അപ്പോൾ വേണി അത് നമ്മുടെ ആദർശിൻ്റെ വീട്ടിൽ നന്ദിനി അമ്മയോടും ശ്യാം സാറിൻ്റെ അടുത്തൊക്കെ പറയുന്നതാണ് നമ്മളെ കാണിക്കുന്നത്. അപ്പോൾ ഒരു ദിവസം ഉറക്കണീറ്റ് നോക്കുന്ന ഗൗരി ഇങ്ങനെ അലങ്കരിച്ചിരിക്കുന്നത് നോക്കി അത്ഭുതപ്പെട്ടിങ്ങനെ ഇരിക്കുമ്പോഴാണ്, കാര്യം അന്വേഷിക്കുമ്പോഴാണ് അറിയുന്നത് നമ്മുടെ ശങ്കറിൻ്റെ അമ്മ തന്നെയാണ് കാര്യം പറയുന്നത്, ശങ്കറിൻ്റെ പിറന്നാളാണെന്നത്. അപ്പോൾ ഇത് കേട്ട് അത്ഭുതപ്പെട്ട് നിൽക്കുന്ന ഗൗരിയെ കണ്ട് ഈ അമ്മായിമ്മയ്ക്ക് അല്ലെങ്കിൽ ഗൗരിയോട് ഇച്ചിരിയല്ല ഒത്തിരി ദേഷ്യമുള്ള കാര്യം നമുക്കറിയാമല്ലോ. അപ്പോൾ എന്തെങ്കിലും കിട്ടാൻ കാത്തിരുന്ന അമ്മായിമ്മയ്ക്ക് അതൊരു വിഷയമായി. അങ്ങനെ കുറേ ചീത്തയും കേട്ട് സ്വന്തം ഭർത്താവിൻ്റെ പോലും പിറന്നാൾ അറിയില്ലേ എന്നൊക്കെ ചോദിച്ച് കുറേ താറടിച്ചതിൽ കാണിക്കുന്നുണ്ട്. എന്നാൽ ഗൗരി അതൊന്നും ഇപ്പോൾ കാര്യമാക്കുന്നില്ല. കാരണം എന്ന് വെച്ചാൽ ഇത്രയും കുറച്ചൊരു നാളായിട്ട് ഗൗരി കാത്തിരുന്ന നിമിഷങ്ങളാണ് ശങ്കറിൽ നിന്നും ഗൗരിക്ക് ഇനി കിട്ടുന്നത്. അപ്പോൾ ആ ഒരു സന്തോഷത്തിലാണ് ഗൗരി. അപ്പോൾ ഇതൊന്നും ഈ അമ്മായിമ്മയുടെ ഈ കുശുമ്പും കൊന്നായ്മയൊന്നും ഇപ്പോൾ ഗൗരിക്ക് ഏൽക്കുന്നില്ല. അപ്പോൾ അതങ്ങനെ കഴിഞ്ഞുപോയി. പിന്നെ കാണിക്കുന്നത് നമ്മുടെ ഗൗരിയും ശങ്കറും അകമഴിഞ്ഞ് പ്രേമിക്കുന്നതാണ്. അപ്പോൾ ഇത്രയും നാൾ നമ്മുടെ ഗൗരി ശങ്കരം പ്രേക്ഷകർ കാത്തിരുന്ന കുറേ നിമിഷങ്ങളാണ് ഇനി വരും എപ്പിസോഡുകളിൽ കാത്തിരിക്കുന്നത്. കൂടാതെ തന്നെ വമ്പൻ ട്വിസ്റ്റും അത് പിറന്നാൾ ദിനത്തിൽ തന്നെ സംഭവിക്കാനായിരിക്കും സാധ്യത കൂടുതൽ. എന്തായാലും പിറന്നാൾ ദിനത്തിൽ ഇനി ഗൗരിക്ക് എന്തെങ്കിലും അപകടം പറ്റുമോ എന്ന് തന്നെ നമുക്ക് പറയേണ്ടിയിരിക്കുന്നു. എന്തായാലും അതൊക്കെ നമുക്ക് കണ്ടു തന്നെ അറിയാം. അപ്പോൾ നാളത്തെ എപ്പിസോഡിനായി നമുക്ക് കാത്തിരിക്കാം.